ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കഥ മഹാഭാരത സംഗ്രഹം, ഭാരത കഥാമൃതം. കടപ്പാട് ശ്രീ സായി പബ്ലിക്കേഷൻസ്, പാൽക്കുളങ്ങര. അപ്പോൾ ഇന്നെടുത്തിരിക്കുന്ന സുഭദ്രാഹരണം. ഇപ്പോൾ കഥയിൽ ചോദ്യമില്ല, നമുക്ക് കേൾക്കാം. സുഭദ്രാഹരണം. അർജുനൻ പ്രഭാസ തീർത്ഥത്തിൽ വെച്ച് യാദവ പ്രമുഖനായ ഗദനെ കണ്ടു. ഗദനിൽ നിന്നും സുഭദ്രയെക്കുറിച്ചറിഞ്ഞു. അവളുടെ രൂപമാധുര്യ ഗുണങ്ങളെക്കുറിച്ച് കേട്ടതു മുതൽ അവളിൽ അഭിനിവേശമുദിച്ചു. എങ്ങനെയും ആ നാരീ കുലമണിയെ സ്വന്തമാക്കണമെന്ന് മോഹിച്ചു. അതിനുള്ള മാർഗമെന്തായി പിന്നീടുള്ള ചിന്ത. ഉകുരാന്തക വൃഷണേന്ദ്രന്മാരറിയാതെ നഗരത്തിനുള്ളിൽ കടന്നു ചെന്ന് കാണാൻ കൊതിക്കുന്ന ആ രൂപൻ കൺകുളിർക്കെ കാണുക. കൃഷ്ണനോട് തൻ്റെ അനുരാഗത്തെക്കുറിച്ച് തുറന്നു പറയുക. സുഭദ്രയെ തനിക്ക് വിവാഹം ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുക. ഇങ്ങനെ സൗന്ദര്യധാമമായ സുഭദ്രയെക്കുറിച്ച് ചിന്തിച്ച് അർജുനൻ രാപ്പകലുകൾ തള്ളി നീക്കി. ഒരു ദിവസം സത്യഭാമയുമൊത്ത് ശയിക്കെ കൃഷ്ണൻ കാരണമൊന്നുമില്ലാതെ ചിരിച്ചു. ചിരിക്കാനുള്ള കാരണമെന്തെന്ന് സത്യഭാമ കൃഷ്ണനോട് ആരാഞ്ഞു. അപ്പോൾ കൃഷ്ണൻ ഇപ്രകാരം പറഞ്ഞു: എൻ്റെ അച്ഛൻ പെങ്ങളുടെ മകൻ അർജുനൻ ദേശാടനത്തിനിടയിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. അയാൾ സുഭദ്രയിൽ അനുരക്തനാണ്. അഭിലാഷപൂർത്തിക്കെൻ്റെ സഹായം തേടാനാണ് ആലോചന. യാദവന്മാർ അറിയാതെ സുഭദ്രാ ദർശനം നടത്തുവാനൊരു സൂത്ര സ്വീകരിച്ചിരിക്കുന്നു. സന്യാസി വേഷം പൂണ്ട് ആൾച്ചുവട്ടിൽ ധ്യാനമഗ്നെന്ന മട്ടിലിരിപ്പാണിപ്പോൾ. വീണ്ടും കൃഷ്ണൻ അർജുനൻ്റെ പ്രേമചേഷ്ടകളെക്കുറിച്ച് ഓർത്ത് ചിരിച്ചു. സത്യഭാമയ്ക്ക് അർജുനനോട് സഹതാപം തോന്നി. അയാളെ ചെന്നു കാണാൻ കൃഷ്ണനോട് അപേക്ഷിച്ചു. കൃഷ്ണൻ പ്രഭാസ തീർത്ഥത്തിലെത്തി. അർജുനനെ കണ്ടു. അവർ സന്തോഷത്തോടെ അന്യോന്യ ഗാഢശ്ലേഷം ചെയ്തു. കൂടാതെ പ്രശ്നങ്ങൾക്കിടയിൽ കൃഷ്ണൻ ഒന്നും അറിയാത്തതുപോലെ എന്തേ ഇങ്ങനെ ഇവിടെ ഈ വേഷത്തിൽ എന്ന് അന്വേഷിച്ചു. അർജുനൻ കഥ മുഴുവനും പറഞ്ഞു. പിന്നീട് ഇരുവരും കൂടി രൈവതക പർവ്വതത്തിലേക്ക് പോയി. അർജുനനെ അവിടെ താമസിപ്പിച്ചിട്ട് കൃഷ്ണൻ മടങ്ങി. ഉത്സവകാലം വന്നു. വൃഷ്ണചിന്തകന്മാരുടെ നേതൃത്വത്തിൽ ഉത്സവാഘോഷങ്ങൾ ആർഭാടപൂർവ്വം നടന്നു. ദ്വാരകാ നിവാസികൾ ആബാലവൃദ്ധം ഉത്സവം കാണാനെത്തി. കൃഷ്ണൻ അർജുനനെയും കൂട്ടി ഉത്സവ ദൃശ്യങ്ങൾ കണ്ടു നടന്നു. അപ്പോൾ ആടയാഭരണങ്ങൾ അണിഞ്ഞ് ദേവകന്യകയെപ്പോലെ തോഴികളുമൊത്തു വന്ന സുഭദ്രയെ അർജുനൻ കണ്ടു. സുഭദ്രയെ കണ്ട് അത്ഭുത അതീതനായി തീർന്ന അർജുനൻ കൃഷ്ണൻ്റെ സാമീപ്യം പോലും മറന്നുപോയി. താൻ ഭാവനയിൽ കണ്ടിരുന്നതിൽ എത്രയോ മടങ്ങു സുന്ദരിയാണ് സുഭദ്ര. അവളുടെ ഭർത്തൃപദം ഇന്ദ്രപട്ടത്തേക്കാൾ അഭികാമ്യവും അഭിമാനകരവുമാണ്. ഇങ്ങനെ അനുരാഗവിവശനായി ആത്മവിസ്മൃതിയിലാണ്ട് നിന്ന അർജുനനോട് കൃഷ്ണൻ പറഞ്ഞു: അവൾ എൻ്റെ സഹോദരി സുഭദ്രയാണ്. നിനക്ക് അവളെ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ അച്ഛൻ്റെ അനുവാദം വാങ്ങി അവളെ നിനക്ക് വിവാഹം ചെയ്തു തരാം. അർജുനൻ മടിച്ചില്ല. ഹൃദയവികാരം തുറന്നു പറഞ്ഞു: ഞാൻ സുഭദ്രയെ സ്നേഹിക്കുന്നു. അവളെ വിവാഹം ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ എന്താണ് വേണ്ടതെന്ന് അവിടെ നരളി ചെയ്താലും. സ്വയംവരമാണ് ക്ഷത്രിയർക്ക് പ്രധാനം. എന്നാൽ അവളുടെ മനസ്സെന്താണെന്ന് അറിഞ്ഞുകൂടാത്ത നിലയ്ക്ക് ഹരണക്രിയ തന്നെയാണ് ഉചിതം. നീ അവളെ ഹരിച്ചുകൊള്ളുക. കൃഷ്ണൻ അർജുനനെ ഉപദേശിച്ചു. അർജുനൻ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് ചാരന്മാരെ അയച്ചു. വിവാഹത്തിന് അനുവാദം തേടി. അർജുനൻ കൃഷ്ണൻ്റെ സഹോദരിയായ സുഭദ്രയെ വിവാഹം ചെയ്യാൻ പോകുമെന്ന് കേട്ടപ്പോൾ യുധിഷ്ഠിരാദികൾ ആഹ്ലാദിച്ചു. അവർ വിവാഹാനുമതി നൽകി. സാലം, തമാലം, അശ്വകർണം, ശോകം, ചമ്പകം, പുന്ന, പാച്ചോറ്റി തുടങ്ങിയ വൃക്ഷങ്ങളാൽ മനോഹരമായ രൈവകത പർവ്വതത്തിൽ സന്യാസി വേഷത്തിൽ സുഭദ്ര ചിന്തയുമായി അർജുനൻ കഴിഞ്ഞു. ബലഭദ്രൻ, സാമ്പൻ, സാരണൻ, ഗദൻ തുടങ്ങിയ യാദവ പ്രമുഖന്മാർ ഒരു ദിവസം അതുവഴി വന്നു. അവർ യുവസന്യാസിയെ കണ്ട് ബഹുമാനാദരങ്ങളോടെ അടുത്തു ചെന്നു. സന്യാസി അവരെ യഥോചിതം സ്വീകരിച്ചു കുശലമാരാഞ്ഞു. സഞ്ചാരിയായ സന്യാസിയോട് പുണ്യസ്ഥലങ്ങളെക്കുറിച്ചും തീർത്ഥങ്ങളെക്കുറിച്ചുമെല്ലാം അവർ ചോദിച്ചു. നീണ്ട യാത്രയിൽ താൻ സന്ദർശിച്ച പുണ്യക്ഷേത്രങ്ങളെക്കുറിച്ചും തീർത്ഥങ്ങളെക്കുറിച്ചും വൈവിധ്യമാർന്ന നാടുകളെക്കുറിച്ചുമെല്ലാം വിശദമായി സന്യാസി പറഞ്ഞു കേൾപ്പിച്ചു.
സന്യാസിയുടെ പാണ്ഡിത്യത്തിലും തത്വാർത്ഥബോധത്തിലും അവർക്ക് മതിപ്പ് തോന്നി. ഇത്രമാത്രം സാമധരണീയനായ ഒരു യതിവര്യനെ വിജനമൂകമായ പർവ്വത പ്രാന്തത്തിൽ ഒരാശ്രയമില്ലാതെ അലയാൻ അനുവദിക്കുന്നത് ഭംഗിയല്ലെന്ന് ബലഭദ്രന് തോന്നി. ഇദ്ദേഹത്തിന് സ്വൈര്യമായും സുഖമായും താമസിക്കുവാൻ ഒരു സ്ഥലം നൽകണമെന്ന് ബലഭദ്രൻ ഉറച്ചു. അപ്പോൾ കൃഷ്ണൻ അവിടെ വന്നു ചേർന്നു. ഉടനെ ബലഭദ്രൻ കൃഷ്ണനോട് ഇക്കാര്യത്തെക്കുറിച്ച് ആലോചിച്ചു. എല്ലാം ജ്യേഷ്ഠന്റെ ഇഷ്ടം പോലെ എന്ന് കൃഷ്ണൻ മറുപടി പറഞ്ഞു. കന്യാഗൃഹത്തിനടുത്ത് ഉദ്യാനത്തിൽ ലതാഗൃഹത്തിൽ ഇദ്ദേഹത്തെ താമസിപ്പിക്കുക. ശുശ്രൂഷാദികൾക്ക് സുഭദ്രയെയും ഏർപ്പാട് ചെയ്യുക. ബലഭദ്രൻ കൃഷ്ണനോട് പറഞ്ഞു. കൃഷ്ണൻ ഉള്ളിലുണ്ടായ ഉത്സാഹത്തെ മറച്ചു പിടിച്ചുകൊണ്ട് ഇപ്രകാരം ചോദിച്ചു. യുവാവും സുന്ദരനുമായ ഈ സന്യാസിയെ കന്യാഗൃഹത്തിനടുത്ത് താമസിപ്പിക്കുന്നതും അവിവാഹിതയായ സുഭദ്രയെ ശുശ്രൂഷകൾക്കായി അനുവദിക്കുന്നത് ഭംഗിയാണോ? എന്തായാലും അവിടുത്തെ ഇഷ്ടം പോലെയാകട്ടെ. കൃഷ്ണൻ സന്യാസിയെ ഉദ്യാനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കന്യാഗൃഹത്തിലെത്തിയ സുഭദ്രയോട് ഇപ്രകാരം പറഞ്ഞു. ജ്യേഷ്ഠൻ ഒരു സന്യാസിയെ ലതാഗൃഹത്തിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. അദ്ദേഹത്തിന് ഭക്ഷണം നൽകുകയും പ്രത്യേക ശ്രദ്ധയോടെ ശുശ്രൂഷകൾ ചെയ്യുകയും വേണം. സഹോദര നിർദ്ദേശമനുസരിച്ച് സുഭദ്ര സന്യാസിയുടെ സംരക്ഷണം ഏറ്റെടുത്തു. പ്രേമഭാജനമായ സുഭദ്രയെ തന്നെ തൻ്റെ പരിചരണത്തിന് ലഭിച്ചതിൽ അർജുനൻ അതീവ സന്തുഷ്ടനായി. കൃഷ്ണൻ സന്തോഷിച്ചു. സുഭദ്രയ്ക്ക് ചേരുന്ന വരൻ അർജുനനാണ്. അവരുടെ വിവാഹം നടക്കുവാൻ പോകുന്നു. കൃഷ്ണൻ ആ വിവരം ഇഷ്ടപ്രണയിനികളായ രുക്മിണിയോടും സത്യഭാമയോടും പറഞ്ഞു. അവരും ആ ബന്ധത്തിൽ സന്തോഷം പ്രകടിപ്പിക്കുകയും അർജുനെ ചെന്ന് കാണുകയും ചെയ്തു. യുവാവും സുന്ദരനുമായ സന്യാസിയോട് സുഭദ്രയ്ക്ക് മമത തോന്നി. അദ്ദേഹം കേവല സന്യാസിയല്ലെന്ന് അവൾ ഊഹിച്ചു. അദ്ദേഹം ആരാണെന്നറിയാൻ അവൾ ബുദ്ധിപൂർവം ശ്രമിച്ചു. ഒരിക്കൽ ഏകാന്തതയിൽ സന്യാസിയുമൊത്തിരുന്ന് സംസാരിക്കെ സുഭദ്ര ഇപ്രകാരം ചോദിച്ചു. അങ്ങ് ദേശസഞ്ചാരിയാണല്ലോ. ഇന്ദ്രപ്രസ്ഥത്തിൽ താമസിക്കുന്ന ഞങ്ങളുടെ അച്ഛൻ പെങ്ങളെയും പുത്രന്മാരെയും കണ്ടിട്ടുണ്ടോ? അവിടെ വിശേഷങ്ങൾ അറിയുമോ? അതാണ് അവൾക്ക് അറിയേണ്ടത്. അതിലും പ്രത്യേകിച്ച് അവളുടെ ഹൃദയനാഥനായ അർജുനെക്കുറിച്ച്. പക്ഷേ അർജുനെക്കുറിച്ച് ചോദിക്കുവാൻ അവൾക്ക് ധൈര്യമുണ്ടായില്ല. എങ്ങനെയാണ് ചോദിക്കുക? ആ പേരുച്ചരിക്കുമ്പോൾ തന്നെ കുളിരണിഞ്ഞു പോകും. ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരാളിനെയായിരുന്നു സുഭദ്ര സ്നേഹിച്ചത്. അർജുനെക്കുറിച്ച് ആളുകൾ പറഞ്ഞു കേട്ടിട്ടേയുള്ളൂ. പക്ഷേ കേട്ട് ആ ആകൃതിയും പ്രകൃതിയും എല്ലാം അവൾക്ക് നന്നേ പരിചിതമായി കഴിഞ്ഞിരുന്നു. സുഭദ്രയുടെ ചോദ്യവും ഭാവാഹങ്ങളും കണ്ടും സന്യാസി പറഞ്ഞു. ഇന്ദ്രപ്രസ്ഥത്തിൽ ഞാൻ പോയിട്ടുണ്ട്. കുന്തിയെയും പുത്രന്മാരെയും കണ്ടിട്ടുമുണ്ട്. സന്യാസി പൊടുന്നനെ നിർത്തിയതിൽ അവൾക്ക് കുണ്ഠിതം തോന്നി. അദ്ദേഹം അവരെക്കുറിച്ച്, പ്രത്യേകിച്ച് വില്ലാളി വീരനായ അർജുനെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുമെന്നായിരുന്നു പ്രതീക്ഷിച്ചത്. അക്ഷമയെ തീർന്ന് അവൾ വീണ്ടും ചോദിച്ചു. ദേശാടനത്തിനിറങ്ങിയിരിക്കുന്ന അർജുനൻ ഇപ്പോൾ എവിടെയുണ്ടെന്നറിയുമോ? എവിടെ വെച്ചെങ്കിലും അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടോ? സന്യാസി മന്ദഹാസപൂർവ്വം പറഞ്ഞു. അറിയാം. ആര്യയായ കുന്തിയും അവിടെ പുത്രന്മാരും അറിയാതെ കള്ള സന്യാസി വേഷത്തിൽ അർജുനൻ ഇപ്പോൾ ദ്വാരകാപുരിയിൽ താമസിക്കുന്നു എന്ന് മാത്രമല്ല, നീ അവനെ എപ്പോഴും കാണുന്നുമുണ്ട്. അത് കേട്ട് ലജ്ജിച്ച് തല കുമ്പിട്ട് കാലുകൊണ്ട് നിലത്ത് വരച്ചു നിന്ന സുഭദ്രയോട് അർജുനൻ പറഞ്ഞു. ഭദ്രയെ, നിനക്ക് എന്നോടുള്ളതിലേറെ സ്നേഹം എനിക്ക് നിന്നോടുമുണ്ട്. നീ എന്നെ സ്വീകരിക്കുമെങ്കിൽ സാവിത്രിക്ക് സത്യവാനെന്ന മട്ടിൽ നിനക്ക് ഞാൻ ഭർത്താവായിരിക്കും. പ്രേമവിവശയായ സുഭദ്ര ക്യൂണിലെ ഉറക്കത്തിലും താല്പര്യമില്ലാതെയായി മെലിഞ്ഞു വിളറി സദാ ചിന്താമഗ്നയായി കാണപ്പെട്ടു. കന്യാഗൃഹത്തിലെ രഹസ്യം രക്ഷിതാക്കളുടെ കാതിലെത്തി. ദേവകി സുഭദ്രയെ സമാശ്വസിപ്പിച്ചു. കുട്ടി, രാമനോടും കൃഷ്ണനോടും ആലോചിച്ച് വേണ്ടതുപോലെ ചെയ്യാം. ദേവകി വാസുദേവനോട് മകളുടെ പ്രേമത്തെക്കുറിച്ച് പറഞ്ഞു. ഉദ്യാനത്തിൽ താമസിക്കുന്ന അർജുനാണത്രേ. അവന് സുഭദ്രയും തമ്മിൽ പ്രേമബന്ധത്തിലാണ്. അവരുടെ വിവാഹത്തെക്കുറിച്ച് ആലോചിക്കണം. വാസുദേവൻ, കൃഷ്ണൻ, അക്രൂരൻ, ഉഗ്രസേനൻ, ഗദൻ, സാത്യകി എന്നിവരെ എല്ലാവരുമായി ആലോചിച്ച് അന്നേക്ക് 12-ാം നാളിൽ വിവാഹം നടത്താൻ ഉറച്ചു. എന്നാൽ ഇക്കാര്യം ബലഭദ്രനും ഉദ്ധവരും അറിയരുതെന്ന് കൃഷ്ണന് നിർബന്ധമുണ്ടായിരുന്നു. ദ്വീപിൽ മഹാദേവ മഹോത്സവം നടത്തുവാൻ തീരുമാനിച്ചു. യാദവരെല്ലാവരും ഉത്സവത്തിൽ പങ്കെടുക്കണമെന്ന് അറിയിച്ചു. അതനുസരിച്ച് ഉത്സവാഘോഷത്തിൽ പങ്കെടുക്കുവാൻ കൂരാന്തക വൃഷ്ണികൾ എല്ലാവരും വഞ്ചി കയറി ദ്വീപിലേക്ക് പുറപ്പെട്ടു. സുഭദ്ര മാത്രം ദ്വീപിലേക്ക് പോകേണ്ടതില്ലെന്നും അവൾ യതിവര്യന്റെ ശുശ്രൂഷകൾ ചെയ്യുവാൻ ദ്വാരകൾ തന്നെ നിൽക്കണമെന്നും കൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. കാടും മലകളും ഉദ്യാനങ്ങളും മറ്റും ചേർന്ന് മനോഹരമായ ദ്വീപിൽ കൃഷ്ണനുമൊത്ത് യാദവന്മാർ കൊട്ടും പാട്ടും ആട്ടവുമായി വിഹരിച്ചു. ഇത് തന്നെ അവസരമെന്ന് കരുതി അർജുനൻ സുഭദ്രയോട് പറഞ്ഞു. നമ്മുടെ ബന്ധുജനങ്ങൾ അകലെയാണ്. നമുക്ക് ഗാന്ധർവ വിവാഹം ചെയ്യാം. സമരായ സ്ത്രീ പുരുഷന്മാർ നിഗൂഢമായി മന്ത്രക്രിയകളില്ലാതെ നടത്തുന്നതാണത്രേ ഗാന്ധർവ വിവാഹം. അത് ക്ഷത്രിയന് വിധിച്ചിട്ടുമുണ്ട്. നിന്റെ അഭിപ്രായം എന്തെന്ന് പറയുക.
കാമമോഹിതനായ അർജുനന്റെ വാക്കുകേട്ട് ഒന്നും പറയാനാവാതെ സുഭദ്ര കണ്ണീർ വാർത്തു. അവൾ ഹൃദയവേദനയോടെ കൃഷ്ണനെ സ്മരിച്ചു. കൃഷ്ണൻ ബലഭദ്രൻ അറിയാതെ വാസുദേവാദികളെയും കൂട്ടി ദ്വാരകയിലെത്തി. ഉത്തരായനവും വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ ദശമിയും ആനക്കരണവും മകരലഗ്നവും ചേർന്ന ശുഭമുഹൂർത്തത്തിൽ സുഭദ്രയുടെയും അർജുനൻ്റെയും വിവാഹകർമ്മം നടത്തി. പിന്നീട് അർജുനൻ മന്ത്രഹോമ പുരസ്സരം സുഭദ്രാപാണി ഗ്രഹണവും ചെയ്തു. കുറച്ചു നാളുകൾ കൂടി സന്യാസവേഷത്തിൽ തന്നെ കഴിയണമെന്നും അതിനുശേഷം തൻ്റെ തേരിൽ സൈന്യസന്നാഹങ്ങളോടുകൂടി ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് അയച്ചുകൊള്ളാമെന്നും അർജുനനോട് പറഞ്ഞിട്ട് കൃഷ്ണൻ യാദവന്മാരുമൊത്ത് ദ്വീപിലേക്ക് മടങ്ങി. അർജുനൻ പ്രിയതമയുമൊത്ത് കന്യാഗ്രഹത്തിൽ സസുഖം താമസിച്ചു. ഒരു ദിവസം അർജുനന്റെ ഉപദേശപ്രകാരം സുഭദ്ര ഉഗ്രസേനെ ചെന്ന് കണ്ട് സുസജ്ജമായ തേരുമായി വന്നു. ബ്രാഹ്മണർക്ക് ഭക്ഷണവും ധനധാന്യവും നൽകി ഇഷ്ടജനങ്ങളോടെല്ലാം വിട പറഞ്ഞ് അവർ യാത്രയ്ക്കൊരുങ്ങി. അർജുനൻ ആയുധമേന്തി നിന്നു. സാരഥീകർമ്മം നന്നായി അറിയുന്ന സുഭദ്ര തേര് തെളിച്ചു. അവർ നേരെ രൈവതക ദ്വാരത്തിലേക്ക് പാഞ്ഞുപോയി. അർജുനൻ സുഭദ്രയെയും കൊണ്ട് കടന്നു കളഞ്ഞെന്ന് കേട്ട് യാദവന്മാർ ഓടിക്കൂടി എതിർത്തു. അർജുനൻ അത്ഭുതകരമായ സാമർഥ്യത്തോടെ അമ്പുകളയച്ച് ആരെയും കൊല്ലാതെ അവരെ തടഞ്ഞു നിർത്തി. രൈവതക ദ്വാരത്തിൽ വെച്ച് കാവൽ നിന്നിരുന്ന വിവൃദ്ധു സ്രവസ് സൈന്യസമേതം അർജുനനെ നേരിട്ടു. ആർത്ത് വിളിച്ചെടുക്കുന്ന സൈന്യത്തെ കണ്ട് അർജുനനും യുദ്ധസന്നദ്ധനായി. തദവസരത്തിൽ സാരഥ്യം വഹിച്ചിരുന്ന സുഭദ്ര പ്രേമപൂർവ്വം അർജുനനോട് പറഞ്ഞു, അങ്ങ് യുദ്ധം ചെയ്യുമ്പോൾ തേര് തെളിക്കണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ടായിരുന്നു. എൻ്റെ ആ ആഗ്രഹം സാധിച്ചു. കുട്ടിക്കാലം മുതലേ അങ്ങനെ ഒരാഗ്രഹം സുഭദ്രയുടെ ഉള്ളിലുണ്ടായിരുന്നു. അതിന് കാരണവുമുണ്ട്. തേരോട്ടം പഠിപ്പിക്കുമ്പോഴൊക്കെ കൃഷ്ണൻ സഹോദരിയോട് പറയും, അർജുനൻ യുദ്ധം ചെയ്യുമ്പോൾ നിനക്ക് തേരെളിക്കാൻ കഴിയണം. വില്ലാളി വീരനായ അർജുനന് തേരെളിക്കാൻ കഴിയുക എന്നത് നിസ്സാരമല്ല. സമർത്ഥനായ ഒരു സാരഥിക്ക് മാത്രമേ അതിന് കഴിയൂ. കൃഷ്ണന്റെ ഉപദേശം കേട്ട നാൾ മുതൽ സുഭദ്ര അതിനാഗ്രഹിച്ചു. അർജുനൻ യുദ്ധം ചെയ്യുമ്പോൾ ഒന്ന് തേരെളിക്കണം. പക്ഷേ അർജുനനെ കുറിച്ച് കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അർജുനൻ ആരാണ്? അദ്ദേഹത്തിന്റെ തേതെളിക്കാൻ തന്നെ കൊണ്ടാവുമോ? ഇന്നോ ആ വീരകഥാപാത്രം തന്റെ പ്രാണനാഥനായി തീർന്നിരിക്കുന്നു. തേതെളിക്കുവാൻ താൻ അർഹയായിരിക്കുന്നു. സുഭദ്ര കഴിഞ്ഞ കാലങ്ങളിലേക്ക് പറന്നുപോയി. അതിനിടയിൽ അർജുനൻ അവളോട് പറഞ്ഞു, സൈന്യത്തിന് മുന്നിലേക്ക് തേര് നയിക്കുക. സുഭദ്ര തേര് നയിച്ചു. അർജുനൻ അത്ഭുതകരമാമണ്ണം അമ്പുകളയച്ചു. ശത്രുനിരയെ അമ്പരിപ്പിച്ചു. ആർക്കും മുറിവേൽപ്പിക്കാതെ അവരെയെല്ലാം നിശ്ചേഷ്ടരാക്കി. അവരുടെ തേരുകളും കൊടികളും കൊടിമരങ്ങളും കിരീടങ്ങളും കടകങ്ങളുമെല്ലാം അറുത്തെറിഞ്ഞു. വില്ലും ശരങ്ങളും മുറിച്ചു തള്ളി. വിഭതു ശ്രവസ് മുന്നോട്ട് വന്ന് അർജുനനെ വണങ്ങി ഇപ്രകാരം പറഞ്ഞു, ഈ സുവർണ രഥവും സമ്മാനങ്ങളും അങ്ങയെ ഏൽപ്പിക്കുവാൻ വേണ്ടി ദ്വീപിലേക്ക് പോകും മുമ്പ് കൃഷ്ണൻ ഏൽപ്പിച്ചതാണ്. സദയം സ്വീകരിച്ചാലും. അർജുനന് യാത്രാമംഗളങ്ങളും ആശംസിച്ച് വിവൃതു ശ്രവസ് മടങ്ങി. പുതിയ തേരിലേറി സന്നാഹങ്ങളൊത്ത് അർജുനൻ സുഭദ്രാസമേതനായി യാത്ര തുടർന്നു. സുഭദ്രാഹരണ വൃത്താന്തമറിഞ്ഞ് ദ്വീപിൽ നിന്നും യാദവന്മാർ പാഞ്ഞെത്തി. സഭ കൂടി ആലോചിച്ചു ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്തു. അവർ കോലാഹലത്തോടെ യുദ്ധസന്നദ്ധരായി. ബലഭദ്രൻ അവരെ തടഞ്ഞുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, കൃഷ്ണന്റെ അഭിപ്രായം കൂടി അറിയണം, എന്നിട്ടാകട്ടെ പുറപ്പാട്. ക്രുദ്ധനായ ബലരാമൻ കൃഷ്ണ അന്തികത്തിലെത്തി. കൃഷ്ണ, നിനക്ക് വേണ്ടിയായിരുന്നു ഞങ്ങൾ അവനെ കന്യാപുരത്തിലേക്ക് സ്വീകരിച്ചതും താമസിപ്പിച്ചതും. അവൻ നന്ദികേടു കാട്ടി നമ്മെ അപമാനിച്ചിരിക്കുന്നു. ഇതിന് പ്രതികാരം ചെയ്യണം. എന്നെ ചതിച്ച അവനെയും അവൻ്റെ കുലത്തെയും ഞാൻ ഉന്മൂലനാശം ചെയ്യുന്നുണ്ട്. കൃഷ്ണൻ ശാന്തനായി ഇങ്ങനെ പറഞ്ഞു, അന്നേ ഞാനത് വിലക്കി. പക്ഷെ നിങ്ങൾ ആരും ചെവിക്കൊണ്ടില്ല. അത് പോകട്ടെ, വന്നത് വന്നു. ഇനി സമചിത്തതയോടുകൂടി ചിന്തിച്ച് വേണ്ടത് ചെയ്യുകയാണ് ആവശ്യം. അർജുനൻ നമ്മെയോ നമ്മുടെ വംശത്തെയോ അപമാനിച്ചിട്ടില്ല, മറിച്ച് ബഹുമാനിച്ചിട്ടേയുള്ളൂ. അർജുനൻ ആരാണ്? ഭാരതാന്വയത്തിൽ പിറന്ന അവൻ ശന്തനുവിൻ്റെ പൗത്രനും നമ്മുടെ അച്ഛൻ പെങ്ങളുടെ പുത്രനുമാണ്. അവനെ ജയിക്കാൻ ഒരുവൻ ഇന്നീ ലോകത്തില്ല. അജയ്യനായ വില്ലാളിയാണവൻ. പിന്നെ ഗാന്ധർവ വിവാഹവും ഹരണവുമെല്ലാം ക്ഷത്രിയർക്ക് വിധിച്ചിട്ടുള്ളതുമാണ്. ആ നിലയ്ക്ക് അപരാധമൊന്നും പ്രവർത്തിച്ചിട്ടില്ല. നാം ഇപ്പോൾ വേണ്ടത് അവനെ ആദരപൂർവ്വം സ്വീകരിച്ച് അഭിനന്ദിക്കുകയാണ്. ഇതാണ് എൻ്റെ അഭിപ്രായം. രോക്ഷം പൂണ്ട മുഖം ചുവന്ന് യുദ്ധോദ്യുക്തനായി ആയുധവുമേന്തി വന്ന ബലഭദ്രൻ ശാന്തനായി. അദ്ദേഹം പറഞ്ഞു, എങ്കിൽ അങ്ങനെയാകട്ടെ. ബലഭദ്രാദികൾ തേരിലേറി ഭാരതത്തിന് പിന്നാലെ ഭേരിനാദങ്ങളോടെ പാഞ്ഞു ചെന്നു. അകലെ വെച്ച് യാദവരെ കണ്ട അർജുനൻ സുഭദ്രയോട് പറഞ്ഞു, നിന്റെ ബന്ധുജനങ്ങൾ യുദ്ധത്തിനൊരുങ്ങി വരുന്നുണ്ട്. കുടിച്ച് മതോന്മത്തന്മാരായി വരുന്ന അവരിലാരെയും ഞാൻ മടക്കി അയക്കില്ല. ഒന്നൊഴിയാതെ എല്ലാവരെയും ഞാൻ കാലപുരത്തിന് അയക്കും. അർജുനന്റെ രൗദ്രഭാവം കണ്ട് ഭയം കൊണ്ട് സുഭദ്ര സങ്കടപ്പെട്ടു. നാഥ,
അവിടെ നിന്ന് അങ്ങനെ ചെയ്യരുത്. ഞാൻ മൂലം എൻ്റെ വംശം നശിക്കാൻ ഇടയാകരുത്. ലോകം എന്നെ പഴിക്കും. സുഭദ്രയുടെ നീരണിഞ്ഞ മിഴികൾ കണ്ട് ഹൃദയമലിഞ്ഞ് അർജുനൻ സ്നേഹപൂർവ്വം പറഞ്ഞു, എങ്കിൽ വേഗം മുന്നോട്ടു പോകാം. സുഭദ്ര തേരിൻ്റെ ഗതിവേഗം വർദ്ധിപ്പിച്ചു. അശ്വങ്ങൾ വായുവേഗത്തിൽ പറന്നു. മലകളും പുഴകളും മറികടന്ന് ഉജ്ജയിനിയും ധേനുമതി തീർത്ഥവും കഴിഞ്ഞ് കാരവത നദി പിന്നിട്ട് സാല്വ രാജ്യത്തിലൂടെ നിഷധം, ദേവരാണം എന്നീ രാജ്യങ്ങൾ താണ്ടി ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് എത്തിച്ചേർന്നു. പുരത്തിന് പുറത്ത് ഒരു ഗോഷ്ഠത്തിലിറങ്ങി രാത്രി കഴിച്ചു. രാവിലെ അർജുനൻ സുഭദ്രയെ അരികിലണച്ച് പ്രേമപൂർവ്വം പറഞ്ഞു, ഈ വേഷവും ധാടിയും എല്ലാം വെടിഞ്ഞ് ഒരു ഗോപസ്ത്രീയുടെ വേഷത്തിൽ തനിയെ പുരത്തിനുള്ളിലെത്തി പാഞ്ചാലിയെ കണ്ടു വണങ്ങണം. അവളുടെ സ്നേഹവും വിശ്വാസവും സമാർജിക്കണം. ഞാൻ പിന്നാലെ വന്നുകൊള്ളാം. ഭർത്തൃ നിർദ്ദേശപ്രകാരം ഗോപസ്ത്രീ വേഷം ധരിച്ച് സുഭദ്ര തോഴികളുമൊത്ത് ചെന്നു കുന്തിയെയും പാഞ്ചാലിയെയും നമസ്കരിച്ചു. കുന്തി സഹോദരപുത്രിയെ സന്തോഷപൂർവ്വം സ്വീകരിച്ച് അനുഗ്രഹിച്ചു. പാഞ്ചാലി കൃഷ്ണ സഹോദരിയെ എഴുന്നേറ്റ് ആദരപൂർവ്വം ആലിംഗനം ചെയ്തു. പിന്നാലെ അർജുനൻ എത്തി. കുലഗുരുവായ ധൗമ്യനെ വണങ്ങി. പിന്നീട് അമ്മയെയും യുധിഷ്ഠിര ഭീമന്മാരെയും ആദരപൂർവ്വം നമസ്കരിച്ചു. മാതൃപുത്രന്മാരുടെ അഭിവാദ്യം ഏറ്റുവാങ്ങി അവരെയും ആശ്ലേഷിച്ചു. ഇന്ദ്രപ്രസ്ഥത്തിൽ പാണ്ഡവരുമൊത്ത് സുഭദ്ര സന്തോഷത്തോടെ കഴിഞ്ഞു. കുറേ ദിവസങ്ങൾക്ക് ശേഷം കൃഷ്ണനുമൊത്ത് ബലരാമൻ, ഉഗ്രസേനൻ, സത്യകി, കൃതവർമാവ്, പ്രത്യുജ്ഞൻ, സാമ്പൻ, നിശാൻ, ചാരുദേഷ്ണൻ, ശതൻ, അക്രൂരൻ എന്നിങ്ങനെയുള്ള വൃഷ്ണ്യാന്ത്യക വീരന്മാർ ഭാര്യകളോടും കൂടി ഹരണദ്രവ്യവുമായി ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോയി. കൃഷ്ണൻ, ബലരാമൻ തുടങ്ങിയ യാദവ മുഖ്യന്മാരെ യുധിഷ്ഠിരാദികൾ ആചാരാനുസാരം നഗരദ്വാരത്തിൽ വെച്ച് എതിരേറ്റ് അകത്തേക്ക് ആനയിച്ചു. ബലഭദ്രനും അക്രൂരനും തങ്ങൾ കൊണ്ടുവന്നിരുന്ന വിവിധ സമ്പത്തുകൾ സുഭദ്രയ്ക്ക് സമ്മാനിച്ചു. കൃഷ്ണനും വിലപിടിപ്പുള്ള അനേകം വസ്തുക്കൾ സുഭദ്രയ്ക്ക് നൽകി. സുവർണരഥങ്ങൾ, അശ്വങ്ങൾ, കറവപ്പശുക്കൾ, ആനകൾ, ആടയാഭരണങ്ങൾ, തോഴികൾ, ഇങ്ങനെ ഒരു രാജകുമാരിക്ക് ചേർന്നതെല്ലാം സുഭദ്രയ്ക്ക് ലഭിച്ചു. കുറേ കാലം അവർ പാണ്ഡവന്മാരുമൊത്ത് ഇന്ദ്രപ്രസ്ഥത്തിൽ സന്തോഷത്തോടെ കഴിഞ്ഞു. പിന്നീട് കൃഷ്ണനൊഴികെയുള്ള യാദവന്മാരെല്ലാം ദ്വാരയിലേക്ക് മടങ്ങിപ്പോയി. പോകും മുമ്പ് ബലരാമൻ പാഞ്ചാലിയോട് പറഞ്ഞു, ഞങ്ങളുടെ ഏക സഹോദരിയാണ് സുഭദ്ര. അവളെ സ്വന്തം അനുജത്തിയെ പോലെ കരുതണം. പാഞ്ചാലി മന്ദഹാസത്തോടെ തല കുനിച്ച് അങ്ങനെ ആവട്ടെ എന്ന് സമ്മതിച്ചു. അതിനുശേഷം അദ്ദേഹം സുഭദ്രയോട് പറഞ്ഞു, പാഞ്ചാലിയെ നീ സ്വന്തം ജ്യേഷ്ഠ സഹോദരിയായി കരുതണം. അവൾക്ക് അഹിതമായി ചിന്തിക്കുക പോലും ചെയ്യരുത്. ഒരിക്കലും സപത്നി മത്സരം ഉണ്ടാകരുത്. എന്നും പാഞ്ചാലിയായിരിക്കും മഹാരാജ്ഞി. ആ നിലയിൽ അവളെ ബഹുമാനിക്കുകയും അനുസരിക്കുകയും വേണം. സുഭദ്ര ബലരാമന്റെ ഉപദേശവും അനുഗ്രഹവും ബഹുമാന പുരസ്കാരം ഏറ്റുവാങ്ങി. ബലരാമാദികൾ ദ്വാരയിലേക്ക് മടങ്ങി. കൃഷ്ണൻ വീണ്ടും 34 ദിവസം കൂടി അർജുനനൊത്ത് ഇന്ദ്രപ്രസ്ഥത്തിൽ താമസിച്ചു. സുഭദ്ര ഗർഭം ധരിച്ച് യഥാകാലം ഒരു പുത്രനെ പ്രസവിച്ചു. അഭിയായി മഞ്ഞു ഉള്ളോൻ എന്ന് കണ്ടതിനാൽ അവന് അഭിമന്യു എന്ന് നാമകരണവും ചെയ്തു. ജന്മം മുതൽക്കേ അവൻ്റെ കർമ്മങ്ങളെല്ലാം മാതുലനായ ശ്രീകൃഷ്ണൻ തന്നെ ജാഗ്രതയോടെ ചെയ്തു പോന്നു. അർജുനൻ ആയുധവിദ്യ അഭ്യസിപ്പിച്ചു, തന്നോടൊപ്പം സമർത്ഥനാക്കി. അങ്ങനെ ദുർദർശനൻ, ഋഷഭസ്കന്ധനും, സിംഹദർഭനും, മത്തമാതംഗ വിക്രനും സർവലക്ഷണ സംയുക്തനുമായി അഭിമന്യു വളർന്നു വന്നു. അതിനിടയ്ക്ക് പാഞ്ചാലിക്കും 5 പുത്രന്മാരുണ്ടായി. യഥാക്രമം പ്രതിവിന്ധ്യൻ, ശൂതസോമൻ, ശുതകർമാവ്, ശതാനികൻ, ശൂതസേനൻ പുത്രന്മാർ. കുമാരന്മാരെല്ലാവരും കുല ആചാരപ്രകാരം കർമ്മങ്ങൾ ചെയ്തു, വിദ്യ അഭ്യസിച്ചു, സമർത്ഥന്മാരായി വിരാജിച്ചു. ഇനി നമ്മൾ അടുത്ത കഥ കേൾക്കാൻ പോകുന്നത് ഖാണ്ഡവ ദഹനം. അപ്പം അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം.